മന്ത്രി വി എൻ വാസവൻ നയിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് പേരൂരിൽ തുടക്കമായി. ഏറ്റുമാനൂരിൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഏറ്റുമാനൂർ MLAയും മന്ത്രിയുമായ വി എൻ വാസവന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വികസന സന്ദേശയാത്ര നടത്തുന്നത്. വികസന നേട്ടങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിനായി 3 ദിവസം നീളുന്ന സന്ദേശയാത്രയാണ് മന്ത്രി വി എൻ വാസവൻ നയിക്കുന്നത്. പേരൂരിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് വികസന സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. ഐക്യകേരളത്തിൻ്റെ പിറവി കഴിഞ്ഞിട്ട് 75ാമത്തെ വയസ്സിലേക്ക് നമ്മൾ എത്തുകയാണ്. 2031 കേരളം എങ്ങനെയായിരിക്കണം? ഞങ്ങൾ വന്ന് കയറുമ്പോൾ തന്നെ ഞങ്ങൾ 2026 കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആദ്യം ചർച്ച ചെയ്തത്. ഞങ്ങൾ 2031 കുറിച്ച് ആലോചിക്കുകയാണ്. 2050 ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. അപ്പോൾ ഒരു വളരെ വലിയ തരത്തിൽ ഒരു മുന്നേറ്റം നടക്കണമെങ്കിൽ ഇപ്പോഴേ അതിൻ്റെ അടിത്തറയിട്ട് മുമ്പോട്ട് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി അതിൻ്റെ പരിഹാരം ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് വിശാലമായ കാഴ്ചപ്പാടോടെ ദീർഘവീക്ഷണത്തോടെ ഭാവി കേരളത്തെ കരുപ്പിടിപ്പിക്കാൻ ഇത്രമാത്രം ആസൂത്രണം നടത്തി മുന്നോട്ട് പോയ കാലം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് നോക്കുക. അതാണ് കേരളത്തിൽ LDF ഗവൺമെൻറ്റിൻ്റെ മെച്ചം. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സമാധാനകരമായ ജീവിതം ഉണ്ടാകും? അവിടെ നേരത്തെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചു, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുകയല്ല. നമ്മുടെ നാട് ഈ മതകലഹങ്ങളില്ലാത്ത ഒരു നാടായി, നമ്മുടെ നാട് മറ്റ് കലാപങ്ങളില്ലാത്ത ഒരു നാടായി, നമ്മുടെ നാട് 144 പ്രഖ്യാപിക്കേണ്ടതില്ലാത്ത ഒരു നാടായി, സഹിഷ്ണുതയുള്ള മനുഷ്യരുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന തരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ. ഇതൊന്നും നടക്കുന്നതൊക്കെ വെറുതെ നടന്നു പോകുന്ന ഒന്നല്ല. പേരൂർ SNDP ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ, TR രഘുനാഥൻ, ലോപ്പസ് മാത്യു, KN വേണുഗോപാൽ, ജിം അലക്സ്, KI കുഞ്ഞച്ചൻ, രാജീവ് നെല്ലിക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 4.5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനസമക്ഷം അവതരിപ്പിച്ച ശേഷമാണ് വികസന സന്ദേശയാത്ര നടത്തുന്നത്. വികസന ശില്പശാലകളിൽ ജനങ്ങൾ മുന്നോട്ട് വെച്ച സ്വപ്ന പദ്ധതികൾ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് വികസന സന്ദേശയാത്രയിലേക്ക് കടന്നിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 9:30 മാന്നാനത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര 10:30 അതിരമ്പുഴയിലും 3 ഏറ്റുമാനൂരിലും 4 പ്രാവട്ടം എന്നിവിടങ്ങളിലും എത്തിച്ചേരും. 3-ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ 9:30 ആർപ്പൂക്കര, 10 അയ്മനം, 10:30 പരിപ്പ്, 3 ചെങ്ങളം, 3:30 തിരുവാർപ്പ്, 4:30 കുമരകം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. സന്ദേശയാത്ര കുമരകം നോർത്തിൽ സമാപിക്കും.